സർവരാജ്യ നായന്മാരെ സംഘടിക്കുവിൻ, പെരുന്നയിലേക്ക് നീങ്ങാം. അതാണിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെവിയിൽ പൂടയുള്ള നായന്മാരെല്ലാം കൂടി ഒത്തൊരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല കറകളഞ്ഞ നായരെ പെരുന്നയിൽ നിന്ന് ഇറക്കി വിടുന്നതിന് വേണ്ടി. എനിക്ക് ഈ അവസരത്തിൽ കുഞ്ചൻ നമ്പ്യാരെ ഓർമ്മ വരികയും അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നുകയും ചെയ്തു. നായന്മാർക്കെതിരെ അതിശക്തമായിട്ട് തൂലിക ചലിപ്പിച്ച കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല, ആയതു കേട്ടങ് അവൻ ഉടനെ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, അതുകൊണ്ട് അരിശം തീരാഞ്ഞ് അവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ പെരുന്നയിലെ ആസ്ഥാന മന്ദിരത്തിന് ചുറ്റും നായന്മാര് നമ്മുടെ പോപ്പിനെതിരെ സംഘടിച്ച് വേട്ടയാടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പെരുന്നയിലെ ഈ പോപ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയന് സർവ്വവിധ പിന്തുണയും നൽകിയിരിക്കുന്നത്? അയ്യപ്പനോടുള്ള കപടഭക്തിയുടെ പേരിലാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ചെയ്യേണ്ടതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. യഥാർത്ഥ ഭക്തി ആയിരുന്നുവെങ്കിൽ കോടതിയിൽ സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കുക. 2, എന്തുകൊണ്ട് ശബരിമല യുവതീ പ്രക്ഷോഭ സമയത്ത് എടുത്ത കേസുകൾ പിൻവലിക്കുന്നില്ല? 6000-ലധികം കേസുകളും 12,000-ലധികം പ്രതികളും നിൽക്കുകയാണ്. ഇതിലൊക്കെ പങ്കുചേർന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പന്തളത്തും ചങ്ങനാശ്ശേരിയിലും നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും ഒക്കെ സംഘടിച്ചത് നല്ല നായന്മാർ തന്നെയായിരുന്നു. ചങ്ങനാശ്ശേരിയിലും പന്തളത്തും നടന്ന നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തത് നായർ സ്ത്രീകളായിരുന്നു. നായർ വിഭാഗത്തിലുള്ള എത്രയോ പേരുടെ പേരിൽ കേസുണ്ട്. വിദേശത്ത് പോകാൻ കഴിയുന്നില്ല, പാസ്പോർട്ട് എടുക്കാൻ കഴിയുന്നില്ല, വിദേശ പഠനം, വിദേശ ജോലി, ഇത് പലതും മുടങ്ങിക്കിടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ഈ നായർ മേധാവി അറിയാതെ പോവുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായിക്ക് പിന്തുണയുമായിട്ട് ചെന്നിരിക്കുന്നത്? ശബരിമലയിൽ പമ്പയിൽ നടത്തിയ സംഗമത്തിന്റെ പേരിലോ? സംഗമം എന്തിനു വേണ്ടിയാണ് നടത്തിയത് എന്ന് പോലും ഇപ്പോഴും ചിത്രം വ്യക്തമല്ല. ശബരിമലയെ സംരക്ഷിക്കാനോ, അതോ ശബരിമലയിൽ വികസനം കൊണ്ടുവരാനോ, അതോ ശബരിമലയിലേക്ക് നിക്ഷേപ സൗഹൃദ സംഗമമായിരുന്നു? കാര്യങ്ങളൊന്നും വ്യക്തമാകാത്ത സ്ഥിതിക്ക് എന്തിന്റെ പേരിലാണ് സുകുമാരൻ നായർ ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തത് എന്നുള്ളതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ കരയോഗം മുഴുവൻ പെരുന്നയിലെ പോപ്പിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പിണറായി വിജയൻ നമുക്കറിയാം, വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിക്കൊണ്ട് പലതരത്തിലും പല അധോലോക പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി വോട്ട് എങ്ങനെ സമാഹരിക്കാമെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തിനെതിരെ ആഞ്ഞടിച്ചു ഏറെ നാൾ. ഇപ്പോൾ ഇതാ സുകുമാരൻ നായരെ കൂട്ടി നിർത്തി നായന്മാരുടെ വോട്ട് മുഴുവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്നാണ് കരുതുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ശബരിമല യുവതീ പ്രക്ഷോഭ സമയത്ത് അതിൽ പങ്കെടുത്ത സ്ത്രീകളൊക്കെ തന്നെയാണ്, നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത സ്ത്രീകൾ തന്നെയാണ് പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിലും പങ്കെടുത്തത് എന്ന് ഓർക്കണം. അപ്പോൾ സുകുമാരൻ നായരുടെ വരുതിയിലാണോ കേരളത്തിലെ നായന്മാർ മുഴുവൻ നിൽക്കുന്നത്? പന്തളത്തേക്ക് ഒഴുകിയ ജനം അത് യഥാർത്ഥ അയ്യപ്പ ഭക്തരാണ്. പമ്പയിൽ കണ്ടത് അയ്യപ്പ ഭക്തരല്ല, അവിടെ സഖാക്കൾ മാത്രമാണ്. അവിടെ വന്നത് മുഴുവൻ ഈ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധികൾ കുറച്ചുപേര്. ബാക്കി വന്നത് കേരളത്തിലെ സഖാക്കന്മാരായിരുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരായിരുന്നു. സഖാക്കന്മാരിൽ വന്നതിൽ കൂടുതലും പത്തനംതിട്ട ജില്ലയിലെ സഖാക്കന്മാരായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാമിന്റെ നേതൃത്വത്തിൽ തന്നെ സംഘടിതമായിട്ടാണ് വന്നത്. അവർ വളരെ സംഘം ചേർന്നാണ്.
രാജു എബ്രഹാം റാന്നിയിലെ പഴയ MLA ആയിരുന്നു. പിണറായിയുടെ ഗുഡ് ബുക്കിലുള്ള ആളുമല്ല, VS പക്ഷക്കാരനായിരുന്നു. 5 തവണ MLA ആയിട്ട് പോലും മന്ത്രിസ്ഥാനം കൊടുക്കാതെ മാറ്റി നിർത്തി എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ സഖാക്കന്മാരുടെ ഒരു സമ്മേളനമാണ്. സമ്മേളന പന്തലിലേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നുന്നത് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ചെന്ന ഒരു പ്രതീതിയാണ്. ആ സംഗമത്തിൽ ഞാൻ പങ്കെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ തുറന്ന അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെയാണോ സുകുമാരൻ നായർ ഇതിലേക്ക് തിരിഞ്ഞത്? നായന്മാരുടെ വോട്ട്, ഇഴവന്മാരുടെ വോട്ടെല്ലാം BJP-യിലേക്ക് പോയി എന്ന് CPM മനസ്സിലാക്കി. നായന്മാരുടെ വോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നു. സുകുമാരൻ നായർ പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ പോയ വോട്ടുകളെല്ലാം തിരിച്ചു പിടിക്കാമെന്നാണ് കരുതുന്നത്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പറയുന്നതനുസരിച്ച് കേരളത്തിലെ നായന്മാരും ഈഴവന്മാരും വോട്ട് ചെയ്യും. ആ കാലമൊക്കെ പോയില്ലേ? സുകുമാരൻ നായർ ഏത് ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്? പണ്ട് പള്ളിയിലെ ഇടയലേഖനം വായിക്കും. അവിടുത്തെ വൈദികൻ പറയുന്നതനുസരിച്ചാണോ ഇന്നത്തെ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവർ വോട്ട് ചെയ്യുന്നത്? അതൊക്കെ എന്നേ എടുത്ത് ഒഴുക്കിക്കളഞ്ഞ കാലം പോയില്ലേ? അതൊക്കെ ആ ഇടയലേഖനം വായിക്കുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം. കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നതല്ലേ ഈ ക്രൈസ്തവരുടെ വോട്ട്? അതിപ്പോൾ ചിതറിപ്പോയില്ലേ? പ്രത്യേകിച്ച് BJP-യിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയല്ലേ? ഇത് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസുകാർക്ക്. പിണറായി വിജയൻ കളിക്കുന്ന കളി എന്താണെന്ന് കൃത്യമായി എവർക്കും അറിയാം. നമ്മുടെ ഗവർണർ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയല്ലേ, പിണറായിയും സംഘവും പമ്പാ സംഗമം നടത്തിയത് കപടഭക്തിയാണ്, കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അയ്യപ്പ വിശ്വാസം ഉണ്ടെന്ന് നടിക്കുന്ന അവർക്ക് എന്താണ് ഈ ഭാരതാംബയുടെ ചിത്രം കാണുമ്പോൾ എന്തിനാണ് ഹാലിളകുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസിയുടെ ഒരു തെളിവുണ്ടോ? പിണറായി വിജയൻ യാതൊരു ഉളുപ്പും കൂടാതെയല്ലേ പമ്പാ സംഗമത്തിനെത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്ത ഉപഹാരം അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങിയത്? യാതൊരു ഉളുപ്പുമില്ലെന്നുള്ളതാണ്. എന്താണ് മുമ്പ് പറഞ്ഞത്? യുവതീ പ്രവേശ വിഷയ സമയത്ത് 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റുന്നവരല്ല എന്ന്. ഇപ്പോൾ എന്തായി? ഇപ്പോൾ ശബരിമലയിലേക്ക് പോകുന്ന ഏറ്റവും വലിയ വിശ്വാസികളായി മാറി CPM-കാർ. പണ്ടും CPM-കാർ തന്നെയാണ് പൊക്കൊണ്ടിരുന്നത്. അവർ വിശ്വാസികളായിരുന്നു. അവരെ ആചാരം ലംഘിക്കുന്നവരല്ലായിരുന്നു. ഈ ആചാരം ലംഘിപ്പിച്ചത് ആരാണ്? പിണറായി വിജയൻ പറഞ്ഞിട്ട് തന്നെയാണ് ലംഘിപ്പിച്ചത്. ഇപ്പോൾ ശബരിമലയെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുക എന്നുള്ളതാണ്. പണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ആദ്യം പറഞ്ഞല്ലോ, ശബരിമലയിലൂടെ നമുക്ക് പണം വാരാമെന്ന്. അതിന്റെ മുന്നോടിയായിട്ടാണല്ലോ ശബരിമലയിലേക്ക് പോയത്, ഒരു അവലോകന യോഗം നടത്താനും ഒക്കെ ആയിട്ട്. അന്ന് പമ്പയിൽ നടത്തിയ യോഗത്തിൽ വെച്ച് എന്താണ് പറഞ്ഞത്? ശബരിമല ക്ഷേത്രം എന്നും തുറക്കാം. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എഴുന്നേറ്റ് നിന്ന് കാര്യകാരണങ്ങൾ സഹിതം വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ശബരിമല കാനന ക്ഷേത്രം എന്നും തുറക്കാനുള്ളതല്ല. അതുകൊണ്ട് എന്തു പറ്റി? പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലാവധി 3 വർഷമായിരുന്നു. വെട്ടിക്കുറച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം 2 വർഷമാക്കി പ്രയാറിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് പിന്നീടാണ് പത്മകുമാറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ശബരിമലയെ തകർക്കാനായിട്ടുള്ള വലിയ ഗൂഢനീക്കമാണ് അന്ന് നടത്തിയത്. അതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. സുകുമാരൻ നായർ അതിന് കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കേരളത്തിലെ നായന്മാർ അതിശക്തമായിട്ട് എതിർക്കുന്നതും.